Hi friends, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് will and would. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം, എങ്ങനെ ഇംഗ്ലീഷിൽ ഇത് ഉപയോഗിച്ച് സംസാരിക്കാം എന്നാണ്. ഞാൻ ഗ്രാമറിൻ്റെ സെക്ഷനിലായിട്ടൊന്നും പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഗ്രാമറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, will and would are both modal verbs. Okay, but they have different uses. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. എവിടെയൊക്കെയാണ് വിൽ വയ്ക്കുക, എങ്ങനെയൊക്കെയാണ് വുഡ് യൂസ് ചെയ്യുക എന്നൊക്കെ. ഈ വിൽ വയ്ക്കുന്നത് സാധാരണ നമ്മൾ ഒരു ഫ്യൂച്ചർ ആക്ഷൻ പറയാനാണ് വിൽ വയ്ക്കുക. ഇപ്പോൾ ഞാൻ നിന്നെ നാളെ വിളിക്കും. ഐ വിൽ കോൾ യു ടുമറോ. അതൊരു ഭാവിയിലൊരു ആക്ഷനാണ് അല്ലേ, സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഐ വിൽ കോൾ യു ടുമറോ. ഐ വിൽ കോൾ യു ടുമറോ. ഞാൻ നിന്നെ നാളെ വിളിക്കും. നമുക്ക് 3 മണിക്ക് കാണാം. വി വിൽ മീറ്റ് അറ്റ് 3 PM. വി വിൽ മീറ്റ് അറ്റ് 3 PM. റിപ്പീറ്റ് ആഫ്റ്റർ മീ. വി വിൽ മീറ്റ് അറ്റ് 3 PM. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഞാൻ കാനഡയിലേക്ക് ജൂണിൽ പോകും. ഇതൊക്കെ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഐ വിൽ മൂവ് ടു കാനഡ ഇൻ ജൂൺ. ഐ വിൽ മൂവ് ടു കാനഡ ഇൻ ജൂൺ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ നമുക്ക് വിൽ വെച്ച് ചോദിക്കാം. നെക്സ്റ്റ്, എന്തെങ്കിലും പ്രോമിസസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് വിൽ വെച്ച് പറയാം. ഞാൻ നിന്നെ സഹായിക്കും. നമ്മളൊരാൾക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു. അതൊരു പ്രോമിസ് കൊടുക്കുക. ഇനി നീ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. യു വിൽ ഓൾവേസ് ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. യു വിൽ ഓൾവേസ് ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് വില്ലാണ് നല്ലത്. ഇനി വുഡിൻ്റെ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. വുഡ് നമ്മളൊരു സാധാരണ ഒരു ഹൈപ്പത്തറ്റിക്കൽ കണ്ടീഷൻ, അതായത് ഒരു ഇമാജിനറി ഊഹിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വുഡ് വെച്ച് പറയാം. വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്. വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്. ഇപ്പോൾ എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാറ് വാങ്ങിയിരുന്നു. പക്ഷെ പണമില്ല അല്ലേ. ഐ വുഡ് ബൈ ദ കാർ ഇഫ് ഐ ഹാഡ് മണി. ഐ വുഡ് ബൈ ദ കാർ ഇഫ് ഐ ഹാഡ് മണി. എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാറ് വാങ്ങിയിരുന്നു. അവിടെ വുഡ് വെച്ച് പറയാം. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. അവൻ വരുമെന്നവൻ പറഞ്ഞു. അവൻ വരുമെന്നവൻ പറഞ്ഞു. ഹി സെഡ് ഹി വുഡ് കം. ഹി സെഡ് ഹി വുഡ് കം. അവൻ വരുമെന്ന് അവൻ പറഞ്ഞു. ഇനി നമുക്ക് വുഡ് ഒരു പാസ്റ്റിലെ ഒരു ഹാബിറ്റ് പറയാനും വുഡ് യൂസ് ചെയ്യാം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, ചെറുപ്പമായിരുന്നപ്പോൾ ചെസ്സൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ എങ്ങനെ പറയും? When I was young, I would play chess. When I was young, I would play chess. ഓക്കെ, ഇനി വുഡ് വെച്ച് നമുക്കൊരു റിക്വസ്റ്റ് ചോദിക്കാം. വുഡ് വെച്ച് റിക്വസ്റ്റ് നമുക്ക് ചോദിക്കാം. ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യോ, അടയ്ക്കോ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ഈ വുഡ് യു മൈൻഡിൻ്റെ ഒരു യൂസേജൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ വീഡിയോ അറിയാത്തവരെ പോയി കണ്ടോളാം. Would you mind opening the window? Next, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ. Would you please turn off the light? Would you please turn off the light? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വില്ലിൻ്റെയും വുഡിൻ്റെയും കുറച്ച് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്. Are you ready to speak in English confidently? Then please subscribe my channel and click the bell icon to get all the notifications. Thanks for watching.